സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും കണ്ണീർ കാഴ്ചയായി PSC റാങ്ക് ഹോൾഡേഴ്സ്. രാപ്പകൽ സമരത്തിനിടെ മണ്ണുവാരിത്തിന്ന് പ്രതിഷേധം. LPST റാങ്ക് ഹോൾഡേഴ്സാണ് സമരവുമായി രംഗത്തെത്തിയത്. റാങ്ക് ലിസ്റ്റിൽ മുന്നിലുള്ളവർക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല എന്നാണ് പരാതി. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സെക്രട്ടറിയേറ്റിന് മുന്നിൽ LPST ഉദ്യോഗാർത്ഥികൾ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ഇന്ന് 9ാമത്തെ ദിവസം ആവുകയാണ്. ഇന്നിപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരം വളരെ വലിയൊരു രീതിയിലേക്ക് കടുപ്പിച്ചിരിക്കുകയാണ്. അത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഇവിടെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇലയിൽ മണ്ണ് വാരിയിട്ട് തിന്നുന്ന കാഴ്ചകളാണെന്ന് നമ്മൾ കണ്ടത്. സമരം ഇത്ര വലിയ രീതിയിലേക്ക് കടുപ്പിക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂല സമീപനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തിരുന്നു. എന്നാൽ അന്നും സർക്കാർ കണ്ണു തുറന്ന് കണ്ടില്ല. പക്ഷേ ഇത്തവണത്തെ സർക്കാരിൽ ഒരു വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വന്നത്. പക്ഷേ 9 ദിവസം ആവുകയാണ്. ഈ സർക്കാരിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് സമരം നടത്തുന്നത്. എന്തായാലും നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം വരുന്നത് വരെയും നമ്മൾ സമരം തുടരുക തന്നെ ചെയ്യും. ജൂലൈ 15 ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു ഫിക്സേഷൻ പീരീഡ് ആവുകയാണ്. അത് തന്നെ അതിനുള്ളിൽ ഒരു തീരുമാനം തികച്ചും പ്രതീക്ഷയാർന്ന ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ചർച്ചയ്ക്ക്, ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇവരോട് മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നിങ്ങളിപ്പോ 9 ദിവസം പിന്നിടുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? അവര് ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയെയും MLA-മാരെയും മന്ത്രിമാരെയും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ CM പറഞ്ഞിട്ടുണ്ട്, ഡിവിഷൻ 4 വരുന്ന സ്കൂളുകളിലെങ്കിലും 1:25 ആക്കി തരാം എന്ന വാക്കാലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉറപ്പായിട്ട് ഒരു സർക്കുലർ ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മണ്ണ് വാരി തിന്നേണ്ടുന്ന ഒരു ഗതികളിലേക്ക് ഈ സമരം മാറിയിരിക്കുകയാണ്. സർക്കാർ കണ്ണു തുറന്ന് കാണുമോ? പ്രതീക്ഷിക്കുന്നു. അനുകൂലമായൊരു തീരുമാനം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിലെ എയ്ഡഡ് നിയമനം അടക്കം അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. സർക്കാർ ഇവരുടെ സമരത്തിന് കണ്ണു തുറന്ന് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.